അവൾക്ക് എന്റെ മോളെ മുഖമെങ്കിലും ഒന്ന് ഓർമ്മിക്കാറുണ്ടല്ലോ. അവൾ അതുപോലും ആലോചിക്കാതെ നീ വേല കാണുന്നു. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? പോയവരൊക്കെ പോയി. നിനക്കിനി മുന്നോട്ട് ജീവിതമില്ല. ആ കൊച്ചിന്റെ മുഖമൊന്നും നീ നോക്കിയാണ് നീ അങ്ങ് കേൾപ്പിപ്പോ. ഇനി ഞാൻ വയസ്സാം കാലത്ത് എത്രയെന്നും പറഞ്ഞ് ഈ കൊച്ചിനെ നോക്കും. ഞാൻ ഇന്നാ നാളെ കുഴിയിലോട്ടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണ ഞാനാ. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു കല്യാണം കൂടി കഴിയും. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. തൊട്ടടുത്ത വീട്ടിലൊരു പെണ്ണ് അതേപോലെ കല്യാണാലോചനയായിട്ട് നോക്കുന്നുണ്ട്. അതിനൊരു മോനുണ്ട്. അതിനെ ഭർത്താവ് എന്താണ് എങ്ങനെയാ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ആലോചിക്കാം. അപ്പോഴേ പോകണം. ഡ്രസ് എടുക്കാൻ പൈസ, അതിന് പൈസ, അവിടെ പോണം ഇവിടെ പോണം, അതിനെല്ലാം കാശ് വേണം. എന്ത് കിടക്കുന്നവന്മാരെ ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ കിടന്ന് അവനത് തൂർത്തടിച്ച് തീരും. അവസാനം ആരെയും എല്ലാരും അവസ്ഥ വിജയം തന്നെ. കുറെ പെട്ടിക്കൂടുകൾ ഇറങ്ങിയിട്ടുണ്ട്. തോണ്ടി തോണ്ടി ഇരുന്നോളൂ. നീ ഗൾഫിന്ന് ഒന്നും നോക്കാതെ പൈസ അയച്ചു കൊടുത്ത് ഫോണും വാങ്ങിച്ചു കൊടുത്ത് അവൾ അങ്ങ് നാട്ടിൽ. വല്ലപ്പോഴൊക്കെ നാട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി. അവർക്ക് നിങ്ങളെക്കാളും നിന്നെയും നിന്റെ മോളെക്കാളും ഒക്കെ നല്ലൊരാളിനെ കിട്ടിയപ്പോൾ അവളെ നാട്ടിന് പോയെന്നൊക്കെ കരുതിയാൽ മതി. ഈ ഗൾഫ് കണ്ടുപിടിച്ചവന്മാരെയാണ് ആദ്യം തല്ലിക്കുന്നത്. ഗൾഫിലായിരുന്നെങ്കിൽ എല്ലാം നേരാവണ്ണം പോയി. കുറിച്ച് ആലോചിച്ച് നീ വിഷമിച്ചോണ്ടൊന്നും ഇരിക്കണം. അതൊരു പെങ്കൊച്ചാണ്. പെങ്കൊച്ചിന്റെ ഒരു ഉമ്മാരെ കൂടെ നിൽക്കേണ്ട അത്യാവശ്യമാണ്. നീ എന്തായാലും ഒരു കല്യാണം കഴിക്കണം. ഞാനെല്ലാം എന്താ അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രോക്കറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പറ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തയ്യാറാണ്. വേറെ ആലോചിച്ചിട്ട് കാര്യമില്ല. മോളെ, ഇനി മോള് വേണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്റെ പൊന്നോമന കൊച്ചിനെ നീ നോക്കിക്കോണേ. നിന്റെ മോനെ എന്റെ മോൻ പൊന്നു പോലെ നോക്കും. നീ അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്റെ പെങ്കൊച്ചിനെ നീ നന്നായിട്ട് നോക്കണേ. ഉമ്മയില്ലാത്ത മോളാണേ. അവ ഇപ്പം ഗൾഫിലോട്ട് അങ്ങ് പോകും തിരിച്ച്. നീ വേണം അവക്ക് ഉമ്മായും പാപ്പായും എല്ലാം ആയിട്ട് നിൽക്കും. ഉമ്മാമാക്ക് വയ്യ മക്കളെ, നല്ലവും കാലും ഒന്നും വയ്യ. ഉമ്മാമ്മ എന്നാ അങ്ങ് വീട്ടില് പോവേണം. ഉമ്മാമാരെ മോളെ വീട്ടിൽ പോവേണം. ഇതിന്റെ തള്ള പോയതിനു ശേഷം ഞാനാണ് ഇതിനെ നോക്കാൻ ഇവിടെ വന്നത്. പാവ അതിന്റെ സങ്കടം ഇതുവരെയ്ക്കും മാറിയില്ല. മോള് വേണം എന്റെ കൊച്ചിന്റെ എന്റെ മോനെ ഒക്കെ സങ്കടം മാറ്റിയെടുക്കും. ഉമ്മാമ്മ അങ്ങോട്ട് പോട്ടെ മക്കളെ. മോളിങ്ങനെ വന്നേ, ഉമ്മ ചോദിക്കട്ടെ. എന്നിട്ട് വാ. മോളുടെ പേരെന്താണ്? നല്ല പേരാണല്ലോ. നമുക്ക് ഉമ്മയെ ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് മോളുടെ ഉമ്മയാണ് ഞാൻ. ഇതാരാണെന്ന് അറിയാമോ? ഇത് മോളുടെ ഇത്തച്ചി. ഇത്തച്ചിന്ന് വിളിക്കണം കേട്ടാ. നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? എന്റെ അനിയത്തി കുട്ടിയാണ് കേട്ടാ. നല്ലോണം നോക്കിക്കോളണം. നീ മക്കൾ വിഷമിക്കണ്ട കേട്ടാ. മക്കളെ ഉമ്മ എന്നെ അങ്ങനെയാണ്. മക്കളെ ഉമ്മ ഈ ഉമ്മയാണ് കേട്ടാ. ഇരുന്നങ്ങ് കൊഞ്ചേണ പെണ്ണ്. ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കണം? മോനെ, ഉമ്മച്ചി എവിടെയാടാ? ആ ഉമ്മാവ് വന്നോ? മറന്നുപോനെ. നിങ്ങളെത്ര ഗെയിം കളിക്കണോ? ഇത്രയും കൊണ്ട് മാറിയിരുന്നാ വെച്ചേ. അവിടെ മാറിയിരി. ഇതൊക്കെ ഉമ്മച്ചി എന്തിനാണ് കൊണ്ടുവന്നിരുന്നത് നോക്കിയാ. നിന്റെ ഉമ്മ എവിടെ ഇറക്കാ? അടുക്കള പണിയൊന്നുമില്ല. നീ ഒരു പെങ്കൊച്ചല്ലേ? ഇങ്ങനെയൊക്കെ കയറി ഇരിക്കാൻ കൊള്ളാവോ? സമയം ഗെയിം കളിച്ചോണ്ടിരിക്കണോ? ഓ, അത് കിട്ടിയില്ലടാ. കഴിവത്ത മുന്തിരിയൊക്കെയാണ് അത് പറക്കി തിന്നത്. പിന്നെ നിന്റെ ഉമ്മ അവിടെ? എന്താ അമ്മ കുഞ്ഞുങ്ങളടുത്ത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വർത്താനം പറയണത്? അവർക്ക് വിഷമാവൂലേ? എന്റെ അടുത്ത് എനിക്ക് രണ്ട് വർത്താനം പറയാനുണ്ട്. മക്കളെ പിന്നെ നിങ്ങൾക്ക് എന്തിനാ
വർത്താനം പറയുന്നത്? അത് നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ, അത് ഏതാ വൃത്തിയുടെ കൊച്ചല്ലേ. അതിന്റെ തന്തേനെ നീ ഇപ്പൊ കല്യാണം ചെയ്യുന്നത് ഓർമ്മ വേണം. ഇതൊരു പെൺകൊച്ചാണ്, ഉള്ള ഗൾഫിന്നുള്ള എല്ലാം കൂടി അവക്കൊന്ന് ഇറങ്ങിക്കൂടെ. അപ്പൊ നിന്റെ മോൻ ഇവിടെ ആരാവും? അവനൊന്ന് കിട്ടണ്ടേ? അവിടെ ആ കൊച്ചിനങ്ങ് പേരാണ്. നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ട് മാത്രമാണ്. പിന്നെ സൊസൈറ്റിക്ക് എടുത്ത് ഗെയിമല്ലേ ചെയ്യേണ്ടത്. ഞാനും ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഞാൻ രണ്ട് മക്കളെ ഒരേപോലെ കണ്ട്. ഉമ്മ പറഞ്ഞതിന് കാര്യമുണ്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊന്നില്ല. ഇനി എന്നായാലും മോളെ മാത്രം മതിയെന്ന് വല്ലതൊക്കെ പറയണെങ്കിൽ ഒരു തവണ ചൂടുവെള്ളത്തിൽ ഇനി ഞാൻ കരുതിയിരിക്കാമോ? അങ്ങനെ വിട്ടെടുത്താൽ പറ്റില്ല. അല്ലെങ്കിൽ പെണ്ണിന് ഇത്തിരി കൊഞ്ചല് കൂടുതലാണ്. ഒരു കൊച്ചേ ചെറുക്കനായിട്ട് അധികം അടുപ്പിക്കാനൊന്നും നിൽക്കണ്ട. അതിനെങ്ങനെയെങ്കിലും ആരെങ്കിലും കയ്യിൽ വളർത്തി ഇങ്ങനെ വലുതാക്കി അതെങ്കിലും ദരിദ്രവാസിയുടെ കയ്യിലൊന്ന് കെട്ടിച്ചങ്ങ് വിടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നീയും നിന്റെ മോനും അതായിരിക്കണം അവനെല്ലാം. അല്ലാതെ വേറെ സമയം പെങ്കൊച്ചിന്റെ അടുത്ത് ലാളിച്ചോണ്ടൊന്നും ഇരിക്കരുത്. ഇപ്പഴേ നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് കൈവിട്ട് പോകും. ഏതാ ഒരുത്തീരെ കൊച്ചാണ്, അത് നീ എപ്പോഴും ഓർത്തോളണം. മോളെ ഞാൻ ഇറങ്ങിട്ട് കേട്ടാ. ബസ് ഇപ്പഴാ ഉച്ചേന്നാ ബസ് കിട്ടും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ആട്ടോ വിളിച്ച് പോണം. എനിക്ക് അതിനൊന്നും വയ്യ. പിന്നെ ഉമ്മ ഇറങ്ങി വേണ്ട. ഉമ്മ പറഞ്ഞ കാര്യമൊന്നും മറക്കല്ലേ? ഓ ഇല്ലമ്മ. മക്കളെ പോയിട്ട് കേട്ടാ കേട്ടാ. ഓ പോട്ടെ പോട്ടെ. എന്നെ കാര്യം കൂട്ടുവിടാൻ നിൽക്കണ്ട കേട്ടാ പറഞ്ഞത്. അതെ, നീ ഒരു പെൺകൊച്ചാണ്. ആമ്പിള്ളേരെ കാണുന്നതിന് കുഴപ്പമില്ലാന്ന് പറയാം. നീ ഏത് സമയം ഇതിന്റെ കൂട്ടിൽ ഇരിക്കണത്തിനാണ്? വന്ന് വല്ല പണി ചെയ്യാൻ നോക്ക്. ഞാൻ ടെൻഷൻ ആടി ഇവിടെ മൊത്തം അടിച്ച് മാറാൻ അങ്ങോട്ട്. അങ്ങനെ സൂചിച്ചിരിക്കാണ്. ഓ തള്ളേ വേദി ചാടി പോയി. അതേപോലെ മോളും പോകും കുറെ നാൾ കഴിയുമ്പോ. 10 ഗുണം 10. ഇങ്ങോട്ട് വാ. പിന്നെ ഇപ്പഴേ നിരക്കേർത്തില്ലെങ്കിലേ തലക്കേറിട്ട് നിരങ്ങുന്നീ. അവിടെ വൃത്തിയായിട്ട് അടിച്ച് മാറിക്കോണം. അത് കഴിക്കിട്ട് അങ്ങോട്ട് വന്നോളാം. ബാക്കി ജോലിക്ക് അപ്പോഴും പറയാം. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടാ? മോന് കുടിക്കാൻ വേണ്ടേ? വേണ്ട, കുറച്ചുകൂടി അഞ്ച് കുത്തി കഴിയിട്ട് വല്ല വേണമെങ്കിൽ ചോദിക്കണേ. മക്കളെടുത്ത് കണ്ടോ കണ്ടോ? അയ്യോ അതെ, ഇതൊന്നും വെച്ച് തുടച്ച വൃത്തിയാവൂല. ഈ തുണി വെച്ചിട്ട് അവിടെ ഇരുന്നാകുന്നത് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചാണ്. അവിടെ നിന്നെ തുടങ്ങി നല്ല വൃത്തിയായിട്ട് കൊള മിന്നണം. വെറുതെ തിന്നണം അവള്. പിള്ളേരെ നന്നായിട്ട് ജോലി ചെയ്ത് തന്നെ വളർത്തണം. അല്ലെങ്കിൽ തള്ളെ പോലെ ആയിപ്പോവും. എന്തൊരു ചൂടിത്. വല്ലാത്ത ചൂടില്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടോ. എന്താണ് ആനന്ദ വലിയ ആയാലും കൊണ്ട് വരൂലേ വെള്ളം? അവിടെ എന്തായി? പാത്രമൊക്കെ കഴുകി വെച്ചാ? അതിന്റെ കാലം കൊണ്ട് കിട്ടുന്നു. എനിക്ക് മയക്കണം. പെട്ടെന്ന് ആ പെണ്ണെ കാണണ്ട. എന്റെ ഇവിടെ വന്ന് നിക്കണത് മാറി പോച്ചേ. അങ്ങോട്ട് വരാ. കൊച്ചിന് ആഹാരം കൊടുക്കുമ്പോ അപ്പഴേ വന്ന് നോക്കിക്കൊണ്ട് നിന്നോളൂ. ആ പഴകഞ്ഞി ഇരുമുണ്ട്, അതെല്ലാം വേണമെങ്കിൽ എടുത്ത് കഴി.
ഇല്ല ഞാൻ ചുമ്മാ ഇരിക്കൂല എന്ത് കാണണ്ടേ? എന്തിനീ മോളെ കളഞ്ഞിട്ട് പോയാ ഉമ്മ? ഹലോ സുഖം തന്നെ. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ ഈ മാസത്തെ പൈസ അയച്ചില്ലല്ലോ. അയച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മോന് കൊടുക്കാം. ഓ ഹലോ സുഖം തന്നെ. അല്ല പിന്നെ എനിക്കൊരു ഫോൺ വേണമെന്ന് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞായിരുന്നേ. കൊണ്ടുവരുമോ? ശരി ഞാൻ കൊടുക്കേ. ഹലോ അതെ മോക്കല്ലേ മറ്റേ ലാപ്പല്ലല്ലോ മറ്റേ ടാബ് കൊടുത്തിരിക്കണത്. അവള് ഏത് സമയം അതില് കളി തന്നെ. ചെറുക്കന് കൊടുക്കണേയില്ല. അവന് ഭയങ്കര സങ്കടമൊക്കെ. അതാണ് കേട്ടാ. ഒന്നും തോന്നലും കേട്ടാ കൊച്ചിന് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണേ. അവക്ക് കൊടുക്കാനേ അങ്ങോട്ട് ചെല്ലട്ടെ. അവള് ടാബിൽ കളിക്കിരിക്കേ. അത് സമയം ടാബിൽ കളി തന്നെ. കൊണ്ട് കൊടുക്കാം. ഇവിടത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നീ പറഞ്ഞ ചൊട്ടുമ്പോൾ പഠിപ്പിച്ചു ഞാൻ പറ്റും. കേട്ടല്ലോ പറഞ്ഞത്. ഹലോ പാപ്പ ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെനിക്ക് ജലദോഷം ആയോണ്ടാ. ഹലോ അവള് ഫോൺ വെച്ചിട്ടോ ടാബില് കളി തുടങ്ങി. അവക്ക് ടാബ് മതിയല്ല, വേറെ ഒന്നും വേണ്ട. പിന്നെ വിളിക്കാന്നാ. ഓ ശരിക്കാ. ഇനി വാപ്പി വിളിക്കുമ്പോ ഇവിടെ ഉള്ള കാര്യങ്ങൾ നീ എന്തെങ്കിലും പറയണെങ്കി നിന്റെ ആട്ടപ്പ ഞാൻ അടക്കഞ്ഞേ. മോനെ ഇത് എങ്ങനെയൊക്കെ നോക്കേണ്ട. നിന്റെ വാപ്പല്ലേ ഒരു പൈസ അയച്ചിട്ടേ നമുക്ക് ഡ്രസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് മാത്രമേ എടുത്തോളൂ. ഒരു 12,000 രൂപയുടെ സാധനം ഉണ്ടാ. കൊള്ളാമോ? എന്റെ ഇവിടെ എന്താണ് കാര്യം? നിനക്കൊന്നുമില്ല. നീ ഉള്ളതൊക്കെ ഇട്ടാ മതി. പെമ്പിള്ളേരിങ്ങനെ അധികം ആർഭാടൊന്നും കാണിച്ച് വളർന്നൂടാ. ഉള്ളതൊക്കെ ഇട്ടാ വളർന്നോ മതി കേട്ടാ. വേറെ പോകത്ത് എന്തിനുണ്ടെങ്കിലും ഓടി തള്ളിപ്പിച്ചങ്ങ് വന്നോളൂ. അല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. നിങ്ങളെ ചോക്കാണെന്ന് ഇവിടെ ആരുമില്ല. ഇവിടെ ഇറങ്ങി പോയി അങ്ങോട്ട് വെളിയിലോട്ട്. എടാ നിന്റെ ആ തന്ത ഉണ്ടായിരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വരുമാനം വന്നപ്പോ നിനക്ക് എന്നെ വേണമായിരുന്നു. അങ്ങേര് മരിച്ചപ്പോ പിന്നെ നിനക്ക് എന്നെ പുല്ല് വേല. ഇങ്ങനെ എന്നെ പറയണോടാ, ഇങ്ങനെ എന്നെ പറയണം. ആ മനുഷ്യന്റെ മോളെ വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. നീ എന്റെ അടുത്ത് ഇങ്ങനെ എന്നെ കാണിക്കണം. ആരാ മരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ ആപ്പായൊന്നുമല്ല. അങ്ങനെ രണ്ടാമത്തെ മാപ്പിള എന്ന് പറഞ്ഞാൽ മതിയല്ലേ. എന്റെ ആപ്പ അങ്ങനെ ആണെങ്കിൽ ഇറങ്ങി പാതെ അങ്ങോട്ട് വെളിയിലോട്ടാണ് ഇറങ്ങി പോയി. രണ്ടാമത്തെ മാപ്പിള ആക്കിയത് പോയി വെളിയിലോട്ട് പോയി മതി. നിങ്ങളുടെ സേവനം ആട്ട കെട്ടണ്ട എടുത്തോണ്ട് പോറി ഓരോ വാങ്ങിയാ മാറി പൊയ്ക്കോളി.
പെറ്റ വയറിനെ തിരിച്ചറിയാത്ത അനുഭവിക്കും. അവന് പെണ്ണുമ്പിളെ കിട്ടിയപ്പോ ഉമ്മായ വേണ്ട. ഞാൻ എന്തിനാ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയത്? ഇത് ഉമ്മ അല്ലേ? എന്തുമ്മ പറ്റിയത്? ഓളെ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു മോളെ. നീ എന്റെ വയറ്റിൽ കൊടുത്തില്ലെങ്കിലും നിന്റെ സ്നേഹം അറിയാത്ത പോലും മക്കളെ ലാളിച്ച് വളർത്തിനവ എനിക്ക് കൂലി തന്നു. പോട്ടെ, സാറില്ലമ്മ. ബാ കേറിയിരി. നല്ല വെയിലത്തുനിന്ന് വന്നതല്ലെങ്കിൽ കുത്തിയെടുക്കാം. കേറിയിരിക്കും. ഉമ്മ നിന്നെ മനഃപൂർവ്വമാണടി ഒരു കൂലിപ്പണിക്കാരനെ കൊണ്ട് കെട്ടിച്ചത്. എന്നിട്ട് എന്റെ മോൻ നന്നാവാൻ വേണ്ടി വലിയ പണമുള്ള വീട്ടിൽ പെണ്ണിനെയും കെട്ടിച്ചു. അവനിപ്പോ ഉമ്മായെ വേണ്ട, അവളെ മാത്രം മതി. ഉമ്മ അതൊന്നും സാരമില്ല. പോട്ടെ, എന്നെ കൂലിപ്പണിക്കാരന്റെ കൂടെ വിട്ടോണ്ടേ അദ്ദേഹത്തിന് സമ്പത്ത് മാത്രമേ കുറവുള്ളൂ. പക്ഷെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. കുഞ്ഞി വരുമാനമാണെങ്കിലും സന്തോഷമല്ലേ അമ്മ ഏറ്റവും വലുത്. എന്റെ ഉമ്മ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. എനിക്ക് വേറൊരു ഉമ്മയെ കിട്ടിയല്ലോ എന്ന് പിന്നീട് ഞാൻ സന്തോഷിച്ചു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഉമ്മ മോനോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഉമ്മ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഉമ്മയെ കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇതേപോലെ സ്നേഹിച്ചന, ഇതേപോലെ കെയർ ചെയ്തന എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും ഞാൻ ഉമ്മയെ വെറുത്തിട്ടില്ല. ഉമ്മാക്ക് സ്വന്തം മകനെ അത്രത്തോളം ഇഷ്ടമായിരുന്നില്ലേ? എൻ്റെ ഉമ്മയുടെ അത്ര ദുഷ്ടയൊന്നും അല്ല ഉമ്മ. എൻ്റെ ഉമ്മ എന്നെ വെറുതെ കളഞ്ഞിട്ട് പോയി. എന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നെ ഒന്ന് കാണണമെന്ന് പോലും അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഉമ്മ ഒന്നുമില്ലെങ്കിലും എന്നെ ജോലി ചെയ്യിപ്പിച്ചാലും ഉമ്മ ഉമ്മാരെ സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിച്ചില്ലേ? അതിനും നല്ല വലിയൊരു മനസ്സുള്ളൊരു ഉമ്മ വേറെ എവിടെ കിട്ടും? ഇവിടെ നിന്ന് ഉമ്മ ഇനി ആരും ഇറക്കി വിടില്ല. അദ്ദേഹത്തിനും ഉമ്മയില്ല, എനിക്കും ഉമ്മയില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ഉമ്മയെ കിട്ടിയല്ലോ. ഇനി നമുക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കാം.